ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഓഡിറ്റിൻ്റെ ചാപ്റ്റർ 3യും ചാപ്റ്റർ 4ആണ് ചെയ്യുന്നത്. ഓഡിറ്റ് പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജിയാണ് തേർഡ് ചാപ്റ്റർ. നമുക്ക് ഇതിൽ ഇൻ്റഗ്രേറ്റഡ് കേസ് സിനാരിയോ വായിക്കാം. CAA ഹാസ് ബീൻ ഓഫേർഡ് അപ്പോയിൻമെൻറ്റ് ആസ് ഓഡിറ്റർ ഓഫ് NSE ലിസ്റ്റഡ് കമ്പനിയാണ്. ഷീ ഹാസ് ഓൾറെഡി ടിക്ഡ് ചെക്ക് ബോക്സസ് റിലേറ്റിംഗ് ടു ഹെർ ഇൻഡിപെൻഡൻസ് വിയാവി കമ്പനി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് പ്രൊമോട്ടേഴ്സ് ആൻഡ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ. Being satisfied on this count and after sending formal engagement letter to the company, she is in midst of planning activities of the company's audit. Planning activities in the owner of the country's one of topmost writing instrument brands. Above said company is in business of producing ball pens, gel pen, markers, folders and such general stationery products. Business profile of the company including its brief history, details of its KMP and brief description of company's activities was obtained by her. She has also studied reports relating to growth of India's stationery market due to greater demand and impact of government-driven schemes like SSA. Besides, she has also obtained risk management policy of the company, which contained company strategy to contain various risks. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് പോളിസി കമ്പനിയുടെ വായിച്ച് നോക്കിയിട്ടുണ്ട്. ഓൺ പെർയൂസൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ കമ്പനി ഇറ്റ് ഈസ് നോട്ടീസ്ഡ് ദാറ്റ് ദ കമ്പനീസ് ഇൻവെൻട്രീസ് ആസ് അറ്റ് close of financial year stood at 200 crore, which constitute about 25% of total assets. അപ്പോൾ ടോട്ടൽ അസറ്റ്സിൻ്റെ 25% എന്താണ്? ക്ലോസിംഗ് ഇൻവെൻട്രിയാണ്. ഷീ ഈസ് പ്ലാനിങ് ടു ഐഡൻറ്റിഫൈ ദ സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റ് റിസ്ക് പെർട്ടൈനിങ് ടു വാലുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. ഷീ ഈസ് ഓൾസോ കൺസിഡറിങ് അബവ് മെറ്റീരിയാലിറ്റി ലെവൽ ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് എ ഹോൾ. അതാണ് മൊത്തത്തിലുള്ള മെറ്റീരിയാലിറ്റി ലെവൽ കീപ്പ് ചെയ്ത് തീരുമാനിച്ച് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കംപ്ലയൻസ് വിത്ത് ഇൻഡിപെൻഡൻസ് റിക്വയർമെൻറ്റ്സ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ഓഫ് promoters and KMP has been ensured by CAA. In this regard, which of the following statements is likely to be a complete statement? ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. Such activities are required to be performed strictly in terms of requirements and procedures outsourced in Code of Ethics issued by ICAI. Code of Ethics എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. KMPയുടെ ഇവരും നോക്കണം എന്നുള്ളത് അവിടെയാണോ പറയുന്നത്? അല്ല. Second one, such activities are required to be performed in respect of an audit engagement in accordance with SA 220. SA 220 എന്താണ്? SA 220 ക്വാളിറ്റി കൺട്രോൾ ഫോർ ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് SA 220. ആൻഡ് പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആർ സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ഇൻ SA 210. പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്, പക്ഷേ SA 210 എന്താണ് ശരിക്കും പറയുന്നത്? അഗ്രീയിങ് ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻ്റ് ആണ്. അതിലാണോ അത് പറയുന്നത്? അല്ല. അപ്പോൾ അതല്ല ഓപ്ഷൻ. സച്ച് ആക്ടിവിറ്റീസ് ആർ റിക്വയർഡ് ടു ബി പെർഫോംഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് SA 220. ഇത് കറക്റ്റാണ്. ആൻഡ് ദിസ് പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഫോം പാർട്ട് ഓഫ് പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് SA 300. SA 300 എന്താ? പ്ലാനിങ്ങിൻ്റെ SA ആണ്. എന്താണത്? പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്? കറക്റ്റാണ്. സച്ച് ആക്ടിവിറ്റീസ് ആർ റിക്വയർഡ് ടു ബി പെർഫോംഡ് ഇൻ ടേംസ് ഓഫ് റിക്വയർമെൻറ്റ്സ് 210 പ്രകാരം എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റർ ഹാസ് ഒബ്റ്റെയിൻ റിസ്ക് മാനേജ്മെൻറ്റ് പോളിസി ഓഫ് ദ കമ്പനി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? റിസ്ക് മാനേജ്മെൻറ്റ് ആര് നോക്കിയിട്ടുണ്ട്? കമ്പനി നോക്കിയിട്ടുണ്ട്. ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നാണ് ചോദ്യം. ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കമ്പനീസ് റിസ്ക് മാനേജ്മെൻറ്റ് പോളിസി ഈസ് റിക്വയർഡ് ബൈ ഓഡിറ്റർ. കറക്റ്റാണ്. അത് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇറ്റ് മേ ഹെൽപ്പ് ദ ഓഡിറ്റർ ഇൻ ഐഡൻറ്റിഫൈങ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് മാനേജ്മെൻറ്റ് ഫെയിൽ ടു ഐഡൻറ്റിഫൈ. അത് നോക്കുന്നതിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓഡിറ്ററിന് റിസ്ക് ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉറപ്പല്ല, മേ ഹെൽപ്പാണ്. അപ്പോൾ അതെന്താ? കറക്റ്റാണ്. ഇനി ബിയും സിയും ഡിയും വായിച്ച് നോക്കാം. ഇതിൽ കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആൻസർ ഉണ്ടോ നോക്കാം. ഇതിൻ്റെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരുമിച്ച് വായിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. കാരണം ഫസ്റ്റ് 2 സെൻറ്റൻസ് ഒരുപോലെയല്ല പോകുന്നത്. ഇതിൽ ഡിഫറൻസ് വരുന്നത് എന്താ? നോട്ട് റിക്വയർഡ് ബൈ ഓഡിറ്ററാണ്. അപ്പോൾ നോട്ട് റിക്വയർഡ് ബൈ ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തെറ്റാണെന്ന് ഉറപ്പിക്കാം. ഇനി അടുത്തത് മൂന്നാമത്തെ, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കമ്പനീസ് റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് റിക്വയർഡ് ബൈ ഓഡിറ്റർ. അപ്പോൾ ആ പോർഷൻ ശരിയാണ്. ഹൗവർ ഇറ്റ് കനോട്ട് ഹെൽപ്പ് ദ ഓഡിറ്റർ. കനോട്ട് ഹെൽപ്പ് എന്ന് പറയാൻ പറ്റുമോ? ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണത്. കനോട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കമ്പനീസ് റിസ്ക് മാനേജ്മെൻറ്റ് പോളിസി സഫിഷ്യൻറ്റ് ഫോർ ആൻ ഓഡിറ്റർ ടു ഡെവലപ്പ് ഓഡിറ്റ് പ്ലാൻ. റിസ്ക് മാനേജ്മെൻറ്റ് പോളിസി വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഓഡിറ്റ് പ്ലാൻ വയ്ക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഒന്നും ആവശ്യമില്ല എന്നല്ല, അതിനെ ഈഡ് ചെയ്യുന്നൊരു കാര്യം മാത്രമാണത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ലൈക്ലി ടു ബി എ പ്രൊസീജിയർ ഫോർ ഓഡിറ്റർ ടു അണ്ടർസ്റ്റാൻഡ് ദ കമ്പനി. ഇതിലേതാണ് ഓഡിറ്ററിനെ കമ്പനീനെ മനസ്സിലാക്കാൻ ആവശ്യമില്ലാത്തത്? പെർഫോമിങ് ആൻ ഓൺലൈൻ സെർച്ച് ടു ഐഡൻറ്റിഫൈ പ്രസ് റിപ്പോർട്ട്സ് റിലേറ്റിംഗ് ടു ദ കമ്പനി. അത് സഹായിക്കുന്ന കാര്യമാണ്. റിവ്യൂയിങ് ആൻഡ് എനി ന്യൂ സെബി ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിക്വയർമെൻറ്റ്സ്, അതും സഹായിക്കുന്ന കാര്യമാണ്. കാരണം എന്തായാലും ലിസ്റ്റഡ് കമ്പനിയാണെന്ന് പറഞ്ഞല്ലോ, സെബിയുടെ കൺട്രോളിലുണ്ടാവും. റിവ്യൂയിങ് വെദർ ഫ്രഷ് മണീസ് വർ റേസ്ഡ് ഫ്രം പബ്ലിക്, അതും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഏതാണ് ആവശ്യമില്ലാത്ത കാര്യം?
സീക്കിംഗ് കൺഫർമേഷൻ ലെറ്റേഴ്സ് ഫ്രം ബാങ്കേഴ്സ് റിഗാർഡിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. അത് നമ്മുടെ ഓഡിറ്റിംഗ് പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. സ്റ്റിൽ അതെന്തല്ല കമ്പനീനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല. അപ്പോൾ അതെന്തല്ല അത് കമ്പനി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് അതാണ് നോട്ട് ലൈക്ലി ടു ബി എന്നുള്ള കാര്യം വരിക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരെ ഏതാണ്? ഡി ആണ്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം വരിക. ബാക്കി മൂന്നും കറക്റ്റ് ആയതുകൊണ്ട് ഈ ഓപ്ഷനിൽ നോട്ട് ലൈക്ലി എന്നുള്ള ഓപ്ഷൻ കാരണം തെറ്റാണ്. അടുത്തത് 4th ക്വസ്റ്റ്യൻ. കൺസിഡറിങ് ഓഡിറ്റേഴ്സ് intention to identify significant audit risk pertaining to inventory valuation, which of the following statements is likely to be true? ഏതാണ് likely to be true ആണെന്ന് ചോദിക്കുന്നത്. പ്രൊസീജിയേഴ്സ് പ്ലാൻഡ് ടു ഐഡൻറ്റിഫൈ സിഗ്നിഫിക്കൻറ്റ്. നമുക്ക് 4 ഓപ്ഷൻ ഒരുമിച്ച് വായിച്ചു പോകാം. പ്രൊസീജിയേഴ്സ് പ്ലാൻഡ് എല്ലാത്തിലും ടു ഐഡൻറ്റിഫൈ സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റ് റിസ്ക് പെർട്ടൈനിങ് ടു ഇൻവെൻട്രി വാലുവേഷൻ ഫോംസ് പാർട്ട് ഓഫ് ഓവറോൾ ഓഡിറ്റ് പ്ലാൻ, ഫോംസ് പാർട്ട് ഓഫ് ഓഡിറ്റ് സ്ട്രാറ്റജി, ഫോംസ് പാർട്ട് ഓഫ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ, ഫോംസ് പാർട്ട് ഓഫ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ്. ഇതിലേതാണെന്നാണ് ചോദ്യം. ഓഡിറ്റ് പ്ലാനിൻ്റെ ഭാഗമല്ലേ നമ്മളുടെ ഇൻവെൻട്രി വാലുവേഷൻ എങ്ങനെയാണ് അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ഓഡിറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമാണോ? അല്ല. ടെസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെ ഭാഗമല്ല, ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസിൻ്റെ ഭാഗമില്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. അത് കഴിഞ്ഞ് 5th വൺ. ഇൻ റിലേഷൻ ടു മെറ്റീരിയാലിറ്റി ലെവൽസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ ഹോൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? മെറ്റീരിയാലിറ്റി ഹാസ് ടു ബി ഒരുമിച്ച് തന്നെ വായിച്ചു പോകാം. മെറ്റീരിയാലിറ്റി ഹാസ് ടു ബി ഡിസൈഡഡ് ബൈ ഓഡിറ്റർ ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ, പ്രയർ ടു ഐഡൻറ്റിഫിക്കേഷൻ, ആഫ്റ്റർ പെർഫോമിങ്, അറ്റ് ദ ഡിസൈനിങ് ടൈം. നമ്മളെപ്പോഴാണ് മെറ്റീരിയാലിറ്റി കണ്ടുപിടിക്കേണ്ടത്? പ്രയറിലല്ലേ, മുന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടാണോ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ മെറ്റീരിയാലിറ്റി ലെവൽ തീരുമാനിച്ചതിന് ശേഷമാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനേക്കാളും മെറ്റീരിയാലിറ്റി ലെവലിനേക്കാളും കൂടുതൽ വന്നാൽ അതിനെ ശരിക്കും അതൊരു റിസ്ക് ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആദ്യം മെറ്റീരിയാലിറ്റി ലെവൽ തീരുമാനിച്ചതിന് ശേഷമാണ്. അപ്പോൾ പ്രയർ ടു എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എന്ത് വരിക? ശരിയായിരിക്കുക. ബാക്കി എല്ലാ ഓപ്ഷനും തെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാ വന്നിട്ടുള്ളത്? സി എ ഡി എ ബി. CADAB. സർ കറക്റ്റില്ലേ നോക്കാം. CADAB കറക്റ്റാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കാത്തതുകൊണ്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയലിന് ബാക്കിയുള്ളത് ചെയ്യാനേ ഓപ്ഷനുള്ളൂ. 4th പാഠം ഏതാ വരുന്നത്? മെറ്റീരിയാലിറ്റി റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോളാണ് 4th ചാപ്റ്റർ വരുന്നത്. അതിൽ കേസ് സ്റ്റഡിയിൽ നമ്മുടെ അനലറ്റിക്കൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ബാലൻസ് ഷീറ്റിൽ 2 വർഷത്തെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ അവർ ഓരോ സബ് ക്വസ്റ്റ്യനിലും എന്താണ് കാര്യം എന്നുള്ളത് സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ത്രൂ പോകുന്നതായിരിക്കും നല്ലത്. മൊത്തം വായിച്ചു നോക്കേണ്ട കാര്യമില്ല, കാരണം ബാലൻസ് ഷീറ്റിൽ ഓരോരോ ഐറ്റംസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഓഫ് എ കമ്പനി ഹാസ് ഇൻക്രീസ്ഡ് ബൈ 40%. കറക്റ്റാണ്. 25,000 30,000 10,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ഇയർ 2022-23 ആസ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ദർ ആർ നോ അഡീഷൻസ് ഇൻ പ്ലാൻ കപ്പാസിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻ ദിസ് റിഗാർഡ്? ദർ ഈസ് ഓഡിറ്റ് റിസ്ക് ദാറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഈസ് ഓവർ സ്റ്റേറ്റഡ്. കറക്റ്റ് അല്ലേ? ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും എമൗണ്ട് കൂടാൻ കാരണം 40% ഒക്കെ. ദർ ഈസ് ഓഡിറ്റ് റിസ്ക് ദാറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഈസ് നോട്ട് ഓവർ സ്റ്റേറ്റഡ്. അതിങ്ങനെയാണ് നമുക്കൊരു ഓഡിറ്റ് റിസ്ക് ആവുന്നില്ല. ഇതിൽ പറയുന്ന പല ഓപ്ഷനുകളും ലോജിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് വെട്ടിക്കളയാൻ പറ്റും. അതാണ് നമുക്ക് ഈ കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ ചെയ്യുമ്പോഴത്തെ ഒരു എളുപ്പവഴിയുള്ളത്. ദർ ഈസ് ഓഡിറ്റ് റിസ്ക് ദാറ്റ് ഫ്രഷ് കസ്റ്റമേഴ്സ് ഓഫ് ദ കമ്പനി ഡു നോട്ട് മേക്ക് പേയ്മെൻറ്റ്. അതൊരു ഓപ്പറേഷണൽ റിസ്ക്കാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഓഡിറ്റ് റിസ്കിൻ്റെ ഭാഗത്തേക്ക് വരുന്നൊരു കാര്യമല്ലല്ലോ. പിന്നെ ആണെങ്കിൽ പോലും ഈ കോണ്ടെക്സ്റ്റിൽ ഓപ്പറേഷൻസ് പ്ലാൻ കപ്പാസിറ്റി കൂടണില്ല എന്നാൽ ഓപ്പറേഷൻസ് അതിനനുസരിച്ച് റവന്യൂ കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണം കസ്റ്റമേഴ്സ് കാശ് തരാതിരിക്കാനോ ഉള്ള ഒരു കാര്യമായിട്ട് ബന്ധം വരുന്നില്ലല്ലോ. അപ്പോൾ അതല്ല ഉത്തരം വരാം. ഇനിയാണ് വരാം. ദർ ഈസ് ഓഡിറ്റ് റിസ്ക് ദാറ്റ് കമ്പനീസ് ഓവർ യൂട്ടിലൈസിങ് പ്ലാൻ കപ്പാസിറ്റി ലീഡിങ് ടു റാപ്പിഡ് പ്ലാൻ ഒബ്സൊലസൻസ്. അതൊക്കെ കമ്പനിയുടെ ഒരു ഓപ്പറേഷണൽ റിസ്ക്കാണ്. അത് നമ്മളെ ഓഡിറ്റിന് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ എ ആണ് ആൻസർ. സെക്കൻഡ് വൺ. ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2022-23 ആർ സെയിം. ഓപ്പറേഷണൽ എക്സ്പെൻസ് രണ്ടും ഒരേപോലെ വന്നു. അതൊക്കെ വരുമോ? വളരെ
റയറസ്റ്റ് ഓഫ് ദ റയർ ചാൻസ് ഉള്ളൂ ഒരു വർഷത്തിൽ വന്ന അതേ ഫിഗർ തന്നെ അടുത്ത വർഷത്തിലും വരാം, അതും അതേ ആക്സിൽ തന്നെയുള്ള ഫിഗറുകൾ. അപ്പോൾ അത് സാധ്യത വളരെ കുറവാണ്. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻ ഓവറോൾ കോണ്ടെക്സ്റ്റ് ഓഫ് ദ കേസ് സ്റ്റഡി. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫിഗേഴ്സ് ഓഫ് 2 years ക്യാൻ ബി സെയിം, ദർ ഇസ് നോ റിസ്ക് ഇൻവോൾവ്. ക്യാൻ ബി സെയിം എന്ന് പറയാൻ പറ്റുമോ? ഭയങ്കര റയർ ചാൻസ് ഉള്ളൂ. ഒരു ഓഡിറ്റ് റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. അത് വെട്ടി കളഞ്ഞു. ഇറ്റ് ഈസ് ആൻ അനോമലി ഹൗവർ ദർ ഇസ് നോ ഓഡിറ്റ് റിസ്ക് ഇൻവോൾവ്. അനോമലി എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റാണെന്നാണ് അർത്ഥം, അതൊരു വ്യത്യാസമാണെന്നാണ് അർത്ഥം. പക്ഷേ ഓഡിറ്റ് റിസ്ക് ഇല്ല എന്ന് പറയുന്നു. അതെങ്ങനെയാണ് രണ്ടും കൂടി മാച്ച് ആവുക? അതല്ല ഇപ്പോൾ ഉത്തരം. ദർ ഇസ് ആൻ ഓഡിറ്റ് റിസ്ക് ദാറ്റ് ദ പ്രീവിയസ് ഇയർ ഫിഗേഴ്സ് നീഡ് ടു ബി റിവൈസ്ഡ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ എവിടെയെങ്കിലും ഈ വർഷം അതേ ഫിഗർ വന്ന പ്രീവിയസ് ഇയർ മാറ്റണമെന്ന് പറയുന്നുണ്ടോ? അപ്പോൾ അതുമല്ല ഉത്തരം. വളരെ ഇല്ലോജിക്കലായിട്ടുള്ള ഒരു ബാലചാബല്യം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യങ്ങളാണ് ഇവർ പറയുന്ന ഓപ്ഷനുകൾ. ഓപ്ഷൻ ഡി വായിക്കാം. ദർ ഇസ് ആൻ ഓഡിറ്റ് റിസ്ക് ദാറ്റ് പ്രീവിയസ് ഇയർ ഫിഗേഴ്സ് ഹാവ് ബീൻ പ്രസൻറ്റഡ് ഇൻ പ്ലേസ് ഓഫ് കറണ്ട് ഇയർ ഫിഗേഴ്സ് ഇൻ ദ ഡ്രാഫ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കഴിഞ്ഞ വർഷത്തെ ഫിഗറിനെ തെറ്റിയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ഓഡിറ്റ് റിസ്ക്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഹാസ് ഇൻക്രീസ്ഡ് ഫ്രം 1.44 months in the year 2021-22 to more than 2 months. Identify the most appropriate statement. In direct distribution through online platform, trade receivables turnover ratio is estimated to be high. Therefore, there is no audit risk involved. അന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കാരണം കണ്ട, ആൻഡ് ഈസ് അപ്രോച്ചിങ് കസ്റ്റമേഴ്സ് ഡയറക്ട്ലി ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓൺലൈനായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാശ് എളുപ്പം കിട്ടല്ലേ ചെയ്യുക. മിക്കവാറും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ പേയ്മെൻറ്റ് തന്നിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അതാണോ വരാ? അതല്ല കാര്യം. പിന്നെ അതിലൊരു ഓഡിറ്റ് റിസ്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതല്ല ഉത്തരം വരാം. ഇൻഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ ഷുഡ് ഹാവ് ഫോളൻ. ഫോളോ ചെയ്യണോ വേണ്ടത്? ഒരിക്കലും അല്ല. ഒരിക്കലും അല്ല എന്നല്ല, കുറേയാണ് വേണ്ടത്. അത് തന്നെയാണ് വരേണ്ടത്. ദെർഫോർ ദർ ഇസ് നോ ഓഡിറ്റ്. അപ്പോഴും പക്ഷേ ഒരു ഓഡിറ്റ് റിസ്ക് ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് അതും തെറ്റായിരിക്കും. ഇൻഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ ഷുഡ് ഹാവ് ഫോളൻ. അത് കറക്റ്റാണ്. രണ്ടും ഒരുപോലെ പോകുന്ന സെൻറ്റൻസാണ്. പിന്നെ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ സം ഡീലേഴ്സ് മേ നോട്ട് ബി മീറ്റിംഗ് ദെയർ കമ്മിറ്റ്മെൻറ്റ്സ് ഇൻ ദ പാസ്റ്റ് കോൺട്രാക്ട്സ്. അതും കറക്റ്റാണ്. രണ്ടിലും ഒരേപോലെയാണ്. ഇപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യം. ദെർഫോർ ദർ ഇസ് ഓഡിറ്റ് റിസ്ക് ദ ട്രേഡ് റിസീവബിൾസ് കുഡ് ബി അണ്ടർ വാല്യൂഡ്. അവിടെയാണ് അത് തെറ്റിയത്. കാരണം എന്താ? ട്രേഡ് റിസീവബിൾസ് അണ്ടർ വാല്യൂ ആണോ ഉണ്ടാവുക? അല്ല, ട്രേഡ് റിസീവബിൾസ് ഓവർ വാല്യൂഡാണ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. ഇതാണ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. ഇനി ദ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഓഫ് കമ്പനി ഹാസ് ഇൻക്രീസ്ഡ് ബൈ 3%. ജി പി റേഷ്യോ കൂടി. പ്രോഫിറ്റ് കൂടി എന്നല്ല, ജി പി റേഷ്യോ കൂടി എന്നാണ് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ബൈ സെയിൽസ് അതെങ്ങനെയാണ് കൂടുക? ഒരു കമ്പനീനെ സംബന്ധിച്ച് അതിൻ്റെ എക്സ്പെൻസ് സാധാരണ കൂടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു വ്യത്യാസമാണ് വരേണ്ടത്. അപ്പോൾ ഒന്നിങ്ങനെ എല്ലാ കോസ്റ്റുകളും അവർ എഴുതിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടാവണം. എന്താണ് നമുക്ക് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ, ദർ ഇസ് എൻ ഓഡിറ്റ് റിസ്ക് ദാറ്റ് ദർ ഈസ് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓവർ സ്റ്റേറ്റ്മെൻറ്റായ ഗ്രോസ് പ്രോഫിറ്റ് കൂടാണോ ചെയ്യുക? അല്ല, കുറയാണ് ചെയ്യുക. ദർ ഇസ് ഓഡിറ്റ് റിസ്ക് ദാറ്റ് ദ മാർജിൻസ് വിത്ത് കസ്റ്റമേഴ്സ് മേ ഹാവ് ഇൻക്രീസ്ഡ്. മാർജിൻ കസ്റ്റമറുടെ കയ്യിൽ കൂടിയതായിരിക്കാം. അതിന് ചെറിയൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിനെയാണോ എല്ലാം വായിച്ച് നോക്കാം. ദർ ഇസ് ആൻ ഓഡിറ്റ് റിസ്ക് ദാറ്റ് ദ ക്ലോസിംഗ് ഇൻവെൻട്രീസ് മേ ബി അണ്ടർ വാല്യൂഡ്. അതല്ല ഒരിക്കലും. കാരണം എന്താ? അണ്ടർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ ലാഭം കുറയാണ് ചെയ്യുള്ളൂ, കൂടില്ല. ദർ ഈസ് ഓഡിറ്റ് റിസ്ക് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് സെയിൽസ് മേ നോട്ട് ബി കംപ്ലീറ്റ്ലി റെക്കോർഡഡ്. അത് നമ്മളെ സംബന്ധിച്ചൊരു ഓഡിറ്റ് റിസ്ക്കാണ്. അപ്പോൾ ഇതും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഓഡിറ്റ് റിസ്ക് ആവുന്നപ്പോൾ അവരൊരു പ്രോഫിറ്റ് കൂട്ടിയതിൻ്റെ പേരിൽ ലാഭം കൂടിയെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഓഡിറ്റ് റിസ്ക് അല്ല. പക്ഷേ എല്ലാ എക്സ്പെൻസും എഴുതിയിട്ടില്ല, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഓഡിറ്റ് റിസ്ക് ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഹാസ് ഇൻക്രീസ്ഡ് ഫ്രം 2.88 months in the year 2021-22 to about 3.42 months in 2022-23. Which of the following statement is likely to be in accordance with the overall context of the case study? Inventory turnover ratio കൂടി എന്നാണ് പറയുന്നത്. റവന്യൂ ജമ്പ് ഇൻ കറണ്ട് ഇയർ മേ ഹാവ് ലെഡ് ടു നീഡ് ഫോർ റേസിംഗ് ഇൻവെൻട്രി ഹോൾഡിംഗ് ലെവൽസ്. ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. Therefore there is an audit risk pertaining to misstatement of inventories. മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രീസ് വന്നു എന്ന് പറയാൻ പറ്റുമോ? ഈ പോയിന്റ് കറക്റ്റാണ്. പക്ഷേ ഓപ്ഷൻ ഡി കറക്റ്റ് അല്ല. റേസിംഗ് ഓഫ് ഇൻവെൻട്രി ലെവൽസ് മേ റേസ്ഡ് അപ്പ് ലോക്ക്ഡ് അപ്പ് ഫണ്ട് ഇൻ ഇൻവെൻട്രീസ്. ദർ ഈസ് ഓൾഡ് റിസ്ക് ദാറ്റ് ഇറ്റ് ക്യാൻ ലീഡ് ടു റൈസ് ഇൻ കോസ്റ്റ്. അതും കറക്റ്റായിട്ട് വരില്ല. റവന്യൂ ജമ്പ് ഇൻ കറണ്ട് ഇയർ മേ ഹാവ് ലെഡ് ടു നീഡ് ഫോർ റേസിംഗ് ഇൻവെൻട്രി ഹോൾഡിംഗ് ലെവൽസ്. അത് കറക്റ്റാണ്. ഹവർ ദർ ഈസ്
ഓൾസോ റിസ്ക് ദാറ്റ് സം ഓഫ് ദി ഇൻവെൻട്രീസ് വിത്ത് ഡീലേഴ്സ് കുഡ് ഹാവ് ബിക്കം ഒബ്സലീറ്റ്. അത് നമ്മളെ സംബന്ധിച്ചൊരു ഓഡിറ്റ് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ലീഡ്സ് ടു ഓഡിറ്റ് റിസ്ക് ദാറ്റ് ദി ഇൻവെൻട്രി മേ ബി ഓവർ വാല്യൂഡ്. അത് ശരിക്കും ഒരു ഓഡിറ്റ് റിസ്ക് ആയിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഇൻവെൻട്രി ഇത്രയധികം ലോക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ഇൻവെൻട്രി നമ്മളുടെ ഡീലേഴ്സിൻ്റെ ഉണ്ടെന്നാണ് അർത്ഥം. സപ്ലയേഴ്സിൻ്റെ അല്ല, ഡീലേഴ്സിൻ്റെ. അപ്പോൾ അത് വിറ്റ് പോവാതെ ഓവർ വാല്യൂ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓഡിറ്റ് റിസ്ക്. അപ്പോൾ അവരെ ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളത് ഓഡിറ്റ് റിസ്ക്കാണ്. ഇനി ഓപ്ഷൻ ഡി, ദർ ഈസ് ഓഡിറ്റ് റിസ്ക് ഓൺ അക്കൗണ്ട് ഓഫ് ബോത്ത് ഫാക്ടേഴ്സ് ബി ആൻഡ് സി. ബിയും സിയും ഒരുമിച്ച് വരില്ല, സി തന്നെയാണ് വരല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. നോക്കാം. എ, ഡി, 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 സി. എ 3, ഡി, സി. എ 3, ഡി, സി. അപ്പോൾ ഇന്നത്തെ ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. റെക്കോർഡ് ചെയ്യാൻ മറന്നു.